സ്ത്രീ മുന്നേറ്റത്തിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത. എം വിജയലക്ഷ്മി സ്മാരക പുരസ്കാരം കൊപ്പത്ത് സാമൂഹിക പ്രവർത്തകയും മുൻ അധ്യാപികയുമായ P മുരളി ടീച്ചർക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു CS സുജാത. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായിരുന്ന M ജയലക്ഷ്മിയുടെ സ്മരണയ്ക്കായി സൗഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയുമായ P മുരളിക്ക് സമ്മാനിച്ചു. കൊപ്പം അഭയത്തിൽ നടന്ന ചടങ്ങിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത പുരസ്കാരം സമ്മാനിച്ചു. 10,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്ത്രീ മുന്നേറ്റത്തിലൂടെ നാം നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച CS സുജാത പറഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പോരാടിയിരുന്നതാണ്. സ്ത്രീകൾക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും ഒക്കെ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകർ കൂടിയാണ്. ഏറ്റവും നന്നായി നാട്ടിൽ പ്രവർത്തിച്ച ജയലക്ഷ്മി ചേച്ചിയെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ വേദിയിൽ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കിയത്. അതിന്റെ പേരിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് അവർ ഓരോ പ്രാവശ്യം ഈ അവാർഡ് നൽകുകയും ചെയ്യുന്നത്. ഞാനും ജയലക്ഷ്മി ചേച്ചിയും കൂടി ഒരുമിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റന്മാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചേച്ചി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാൻ ആലപ്പുഴ പ്രസിഡന്റായിരുന്നു. അപ്പോൾ ഈ വടക്കര് തിരുവനന്തപുരത്തേക്ക് വന്നാൽ പ്രസിഡന്റുമാരായിരുന്നിട്ടുള്ള എല്ലാവരും വിളിക്കും. അപ്പോൾ ഞാൻ ആലപ്പുഴക്കാരി ആയതുകൊണ്ട് ഇടയ്ക്കുള്ള ആളാണല്ലോ. അത് കാരണം പരസ്പരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്ക് ഒരുമിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N സുകന്യ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് അധ്യക്ഷയായി. CP ശോഭന മംഗളപത്രം വായിച്ചു. നേതാക്കളായ KS സലീഖ, ED ശ്രീജ, PK ശ്യാമള, CP ചിത്ര, A ആനന്ദവല്ലി, സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ KN പ്രീത, K ലത, ശോഭന ദേവി, KV ഉഷ, E ബീന തുടങ്ങിയവർ സംസാരിച്ചു.